ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ സീനിയർ സിറ്റിസൺസിന്റെ താല്പര്യങ്ങൾ, ആ, വയോജനങ്ങളുടെ എന്ന് നമുക്ക് പറയാം, താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി പുതിയൊരു മന്ത്രിതല വകുപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ, ശ്രീ സി പി ജോൺ ആണ് ആ, ആ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യാ സ്വഭാവത്തെയും സമ്പദ്ഘടനയെയും വെൽഫെയർ പോളിസീസിനെയും ആരോഗ്യ രക്ഷയെയും പ്രവാസം, കുടിയേറ്റം തുടങ്ങിയ മേഖലകളെയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവനാശേഷിയെയും പോലും ഇടകലർത്തുന്ന ഒരു തീരുമാനമാണ് ഈ പുതിയ ആ, വകുപ്പ് എന്നാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റ് കരുതുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോഡ്കാസ്റ്റിൽ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് കേരള സമൂഹത്തെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആ, സാമ്പത്തിക വിദഗ്ധനും സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ കെ പി കണ്ണൻ ആണ്. സ്വാഗതം ഡോക്ടർ കെ പി കണ്ണൻ ഈ പോഡ്കാസ്റ്റിലേക്ക്. താങ്ക് യു ഗോപാൽ. 40 മിനിറ്റ് ദൈർഘ്യം ആണ് നമ്മൾ ഈ സംഭാഷണത്തിന് പ്രതീക്ഷിക്കുന്നത്. ആ, ഓക്കെ. വൃദ്ധമായിക്കൊണ്ടിരിക്കുന്ന കേരളം എന്നൊരു ഭയവും ആശങ്കയും ഒക്കെ കുറെ നാളുകളായി നമുക്കുണ്ട്. കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏറ്റവും ബൃഹത്തായ വിഭാഗം വൃദ്ധരുടേതായി കഴിഞ്ഞിരിക്കുന്നു, സീനിയർ സിറ്റിസൺസിൻ്റെതായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിന്റെ ഒരു വിജയഗാഥയാണോ, അതോ ഒരു പ്രതിസന്ധിയാണോ, അതോ രണ്ടുമാണോ? ഇത് ആ, വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാല് ഇത് ഒരു പ്രതിസന്ധിയുമല്ല, വിജയഗാഥയുമല്ല. ഇത് സാധാരണ ആധുനിക സമൂഹങ്ങൾ കടന്നു പോകുന്ന ജനസംഖ്യാ പരിണാമം ആണ്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുമല്ലോ. സാധാരണയായി അത് നേരത്തെ കണ്ടുവന്നിട്ടുള്ളത് സാമ്പത്തികമായി വളരെയധികം ആ, ഉയർന്ന തലത്തിൽ എത്തിയിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. യൂറോപ്പും അമേരിക്കയും ജപ്പാനും കൊറിയയും ഒക്കെ. പക്ഷേ കൂടുതൽ ആരോഗ്യ സൗകര്യങ്ങളും പിന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചതോടെ പല ഗവൺമെന്റുകളും മാനുഷിക വിഭവത്തിന് അല്ലെങ്കിൽ മാനുഷിക വികസനത്തിന്, ഹ്യൂമൻ ഡെവലപ്മെന്റിന് പ്രാമുഖ്യം കൊടുത്തതോടുകൂടി ഈ ഒരു ജനസംഖ്യാ പരിണാമം കുറച്ച് നേരത്തെ വന്നു. അപ്പൊ നമ്മൾ കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ചരിത്രം പരിശോധിച്ചാല് 19-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ആരോഗ്യ സംവിധാനങ്ങൾ, പൊതു ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വി ആർ ഏർലി സ്റ്റാർട്ടേഴ്സ് ഇൻ ദി മാർച്ച് ടുവേർഡ്സ് എ ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ലിറ്ററസിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും. അതുകൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമം തുടങ്ങുന്നതിന്റെ 30 കൊല്ലം മുമ്പ് തന്നെ കേരളത്തിലെ ജനസംഖ്യാ പരിണാമം തുടങ്ങി. 1990 നമ്മുടെ സമൂഹത്തിൽ ഒരു ദമ്പതിക്ക് ശരാശരി ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണം 2.1 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോഴാണ് 2.1 ആവുമ്പോഴാണ് 30 വർഷത്തിന് ശേഷം, ചിലപ്പോൾ 25, ചിലപ്പോൾ 30 വർഷത്തിന് ശേഷം പിന്നീട് കാര്യമായ ജനസംഖ്യാ വളർച്ച ഉണ്ടാവില്ല. അത് ഇങ്ങനെ പ്ലേറ്റോ ചെയ്യും. ഇന്ത്യയിൽ അത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്, ഒരു 4-5 കൊല്ലം മുമ്പ് എന്ന് പറയാം. ഇപ്പോൾ ഒരു 2.2, 2.1 നമ്മൾ ഇന്ത്യ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കേരളവും ഇന്ത്യയും തമ്മിലുള്ള ഇത് 30 കൊല്ലത്തെ ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കേരളത്തില് ജനസംഖ്യയുടെ 18.7% ആണ് 60 വയസ്സിന് മുമ്പിലുള്ളവർ, 60 വയസ്സ് കഴിഞ്ഞവർ. അതിലെയാണ് നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് ഇപ്പോ ഏകദേശം ഒരു 9-10% ഇടയ്ക്ക് വരും. ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേക്കും, 25 കൊല്ലം കഴിയുമ്പോഴേക്കും ഇന്ത്യയുടേത് നമ്മുടേതിന് സമം ആവും. അപ്പോഴത്തേക്കും നമ്മുടേത് വീണ്ടും കൂടുമല്ലോ ഈ ശതമാനം. വീണ്ടും വീണ്ടും കൂടും എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത്
ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ പിന്നെ വർധനവിന്റെ തോത് എടുത്തിട്ടാണ് പിന്നീട് ഓക്കെ. ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ആയിക്കൊള്ളണമെന്നില്ല. ഉം. പ്രത്യേകിച്ച് ഇപ്പോ ജർമ്മനിയിലും ജപ്പാനിലും കൊറിയയുടെയൊക്കെ കാര്യം എടുത്താല് 27, 28, 30% എത്തിയിട്ട് അങ്ങനെ ആ സ്റ്റാഗ്നേഷനിൽ നിൽക്കുകയാണ്. നിൽക്കുകയാണ്. അതിൽ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഉം. You can only increase your life expectancy up to a point. Yes, absolutely. അതാണല്ലോ വെങ്കിരാമകൃഷ്ണന്റെ പുസ്തകം പറയുന്നത്. അതെ. അപ്പോ നമുക്കിപ്പോ സ്ത്രീകൾക്ക് 79 ആ. പ്രതീക്ഷിത ആയുർദൈർഘ്യം, ആയുർദൈർഘ്യം. എക്സ്പെക്ടഡ് ലൈഫ് എക്സ്പെക്ടൻസി. ആ. ആണുങ്ങൾക്ക് 74, 75, ഉം. 74. ഉം. അപ്പൊ 5 വർഷത്തെ വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഉം. ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തമ്മില്. അപ്പൊ എന്റെ കണക്കല്ല, ഊഹത്തില് ഒരു 25 കൊല്ലം കൂടി കഴിയുമ്പോൾ ചിലപ്പോ 25% ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിനൊരു ബാലൻസ് ആയിട്ട് വരുന്നത് എപ്പോഴാണ് അറിയോ? ഉം. നമ്മൾ കൂടുതൽ മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ്. അത് തന്നെ. അപ്പൊ അവിടുന്ന് വരുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. അപ്പൊ നമ്മുടെ സെൻസസ് എടുക്കുന്ന സമയത്ത് അവരുടെ സംഖ്യ കൂടുന്ന സമയത്ത് ഇവിടുന്ന് പോയവരുടെ സംഖ്യയും അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബാലൻസ് വരും. ഉം. അങ്ങനെ വരുമ്പോ ഈ വയസ്സായവരുടെ ഈ വളർച്ചയുടെ ഗതി ഒരുപാട് കൂടണം എന്നില്ല, ചെറിയ തോതിലേ കൂടുള്ളൂ. ഉം. അപ്പൊ ഇതില് വേറെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. താങ്കൾ ചോദിക്കുമ്പോൾ അത് പറയാം. എന്തുകൊണ്ടാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഈ വയോജനങ്ങൾ എന്നുള്ള വാക്കാണോ നമ്മൾ സീനിയർ സിറ്റിസൺസിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്? എനിക്ക് അറിയില്ല എന്താണ് ആ, ഈ, അത് ഞാനൊരു ഭാഷാ ഞാനിങ്ങനെ പണ്ഡിതൻ ആലോചിക്കുന്നത് അല്ലാത്തത് എങ്ങനെയാണ് കൊണ്ട് ഇതിനെ എന്താണ് വയോജനങ്ങൾ എന്ന് വയോജനങ്ങൾ. പറയുമ്പോൾ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വല്ലാതെ അങ്ങ് വൃദ്ധരാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അതല്ല അതെ, കേരളത്തിലെ വയോജനങ്ങൾ. അതെ. ഏ? പക്ഷേ പിന്നെ പല രാജ്യങ്ങളിലും സീനിയർ സിറ്റിസൺ എന്നാണ്, മുതിർന്ന പൗരന്മാർ എന്നാണ് പറയുന്നത്. മുതിർന്ന പൗരന്മാരെന്ന് നമുക്ക് പറയാം. ഇനി അതെ, ബാക്കി ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ മുതിർന്ന പൗരന്മാർ അതെ, എന്ന് പറയാം. മുതിർന്ന അപ്പോ പൗരന്മാരാണ്. they are elderly, no doubt, they are അത് elderly. അത് പക്ഷേ ഈ എൽഡർലി എന്ന് പറയുന്നത് 2-3 വിഭാഗങ്ങളുണ്ട് ഇപ്പൊ. ആ. നമ്മളൊക്കെ പെടുന്നത് 60 to 70. അതെ, they are called young old. യങ് ഓൾഡ്. 70 to 80 ആ. they are called old. ഉം. 80 and above oldest old. ഓൾഡസ്റ്റ്. ഓക്കെ. ഇങ്ങനെയാണ് ഈ ഡെമോഗ്രഫിയിൽ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ 3 ഉപവിഭാഗങ്ങളും 3 തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള നയങ്ങളും പരിപാടികളും അവർക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളല്ല 80 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടത്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ളത്, കേരളത്തിലും ഇന്ത്യയിലും തന്നെ, ഈ 60 വയസ്സ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സെന്ന് നിശ്ചയിക്കാവുന്ന ഒരു പരിധിയാണോ? കാരണം ഇന്റർനാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അവരുടെ ക്ലാസിഫിക്കേഷനിൽ ഈ വർക്കിംഗ് ഏജ്, ജോലി എടുക്കാൻ പറ്റിയ പ്രാപ്തമായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 15 മുതൽ 65 വരെയാണ്. 64, 65. 65 കഴിഞ്ഞാലാണ് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മുതിർന്ന പൗരന്മാരായിട്ട്. നമ്മളിവിടെ 56-ലും 55-ലും 56-ലും ഒക്കെ കേരളത്തിലെ ആളുകൾ റിട്ടയർ ചെയ്യല്ലേ ഗവൺമെന്റ് സർവീസിൽ. അതൊരു വല്ലാത്തൊരു കൊടും ചതിയാണ്. ഇപ്പോ പിന്നെ ഈ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസ്, സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന അവിടെ അവരുടെ എല്ലാ സംവിധാനങ്ങളും
സീനിയർ സിറ്റിസനെ അംഗീകരിക്കുന്നത് 65 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. പൂർത്തിയാകുമ്പോഴാണ്. നമ്മുടെ ഈ വികസ്വര രാജ്യങ്ങളിൽ അവരുടെ ആയുർദൈർഘ്യം വളരെ മറ്റ് ഈ അഡ്വാൻസ്ഡ് താരതമ്യേന കുറവാണ്. രാജ്യങ്ങളെക്കാൾ കുറഞ്ഞത് കൊണ്ട് അവര് 60 ആക്കിയതാണ്. അതെ. കേരളത്തെ മാതിരിയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പൊ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് കൺട്രിയുടെ ആയുർദൈർഘ്യമാണ് ഇപ്പൊ നമുക്കുള്ളത്. ആ. ഞാൻ പറഞ്ഞില്ലേ 79, 74 എന്നുള്ളത്. അത് മൊത്തത്തിലുള്ള എല്ലാവർക്കും ബാധകമായ ശരാശരിയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ് അതിന്റെ ഉള്ള ആൾക്കാര് ഒരുപാട് പേര് 80 വയസ്സിന് ശേഷവും ജീവിച്ചിരിക്കുന്നുണ്ട്, പെൻഷനേഴ്സൊക്കെ. സോ പുരോഗമനം എന്ന് നമ്മളെ വിളിക്കണമെങ്കിൽ ഒരു 65 എന്നുള്ള ഒരു സീലിംഗ് എങ്കിലും വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുന്നത് ഒരു സമൂഹത്തിനെ സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അത് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവര് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. കേരളത്തിന്റെ കാര്യം പറഞ്ഞാല് മുതിർന്നവർ എന്ന് പറയുന്നവരൊരു സമ്പത്താണ്, അവരൊരു ഭാരമല്ല, ബാധ്യതയല്ല. അതിന് കാരണം ഇപ്പോ 60-നും 65-നും ഇടയ്ക്ക് ഉള്ള പുരുഷന്മാരിൽ 15 വയസ്സ് കഴിഞ്ഞവരുടെ 67% ആൾക്കാരും ഇന്നും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് നാഷണൽ സാമ്പിൾ സർവേ, തൊഴിൽ സർവേയുടെ 2023 സർവേ റിപ്പോർട്ടിനെ അതിലുള്ള യൂണിറ്റ് ഡേറ്റ എടുത്ത് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തത്. 67% 61-നും 65-നും ഇടയ്ക്കുള്ള പുരുഷന്മാർ ഇപ്പോഴും കേരളത്തിൽ ദേ ആർ ഇൻ ദ വർക്ക് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം അവരും സാമ്പത്തിക വരുമാനത്തിനും സാമ്പത്തിക വികസനത്തിനും അവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത്. 66-70 എടുത്തു കഴിഞ്ഞാൽ അത് 52% കുറയും. അപ്പോഴും മെജോറിറ്റി ആർ വർക്കിംഗ്. 71-75 വരെ എടുത്തു നോക്കിയപ്പോ അതിലും അത്ഭുതം, 46% ആൾക്കാർ ഇപ്പോഴും ജോലി ചെയ്യുന്നു, പുരുഷന്മാരുടെ കാര്യം. സോ യു കനോട്ട് സേ ദേ ആർ എ ബർഡൻ, ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് not only to themselves but to the family also. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ, സ്ത്രീകളുടെ കാര്യത്തിൽ പൊതുവെ കേരളം ഈ തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവാണ്, ഇന്ത്യയെ പോലെ തന്നെയാണ്. അത് ഈ വയസ്സിലും പ്രകടമാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറുപ്പക്കാരുടെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് സ്ത്രീകളിലും. ഇപ്പോ 60 കഴിഞ്ഞ 65-ന് ഇടയ്ക്കുള്ള സ്ത്രീകളിൽ 32% ഇപ്പോഴും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. വരുമാനമുള്ള തൊഴിൽ. അത് നേരിട്ടുള്ള വരുമാനം, വേജസ് ആയിട്ട്, സാലറി ആയിട്ടാവാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അൺപെയ്ഡ് ഫാമിലി ലേബർ. അതായത് ഇപ്പൊ ഭർത്താവ് നടത്തുന്ന ചായക്കടയിൽ ഭാര്യ സഹായിക്കുന്നു, കുടുംബം നടത്തുന്ന പശുക്കളെ വളർത്തി പാല് വിൽക്കുന്നതിൽ അവര് സഹായിക്കുന്നു, കുറച്ച് കൃഷിയുള്ളത് നോക്കുന്നത് അവരും പങ്കാളികളായി ആ പണി അവരും ചെയ്യുന്നു. അപ്പോ ആക്റ്റീവ്ലി ഇൻ ദ ലേബർ ഫോഴ്സ് 32%. അത് തന്നെയാണ് ജനറൽ ആവറേജ്. അത് കഴിഞ്ഞാൽ പിന്നെ 66 മുതൽ 70 വരെ ആവുമ്പോൾ 21%, 5-1 സ്ത്രീകൾ ആക്റ്റീവ് വർക്ക് ഫോഴ്സിൽ ഉണ്ടെന്നുള്ളതാണ്. മൊത്തത്തിൽ പറഞ്ഞാല് 60 വയസ്സിലുള്ള എല്ലാവരെയും എടുത്താൽ, എല്ലാ പുരുഷന്മാരെയും എടുത്താൽ ആവറേജ് 53% ആൾക്കാരും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. മെജോറിറ്റി ഓഫ് ദ എൽഡർലി men. For women it is average is 22%. അതാണ് ഒരു വശത്ത്. രണ്ടാമത്തെ അവര് സമ്പത്താണെന്ന് പറയാൻ കാരണം ഈ വരുമാനമില്ലാത്ത തൊഴിലിൽ ഏർപ്പെട്ടുള്ളവരാണ് ബാക്കിയുള്ളവര്. റിട്ടയർ ചെയ്യുമ്പോൾ ഇപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൊച്ചുമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊച്ചുമക്കളെ പരിപാലിക്കും, നോക്കി രക്ഷിക്കും. അമ്മയും അച്ഛനും തൊഴിലിന് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ രണ്ടുപേരും അധ്യാപകരായിട്ട് പോകുന്നവരായിരിക്കും, ഡോക്ടർമാരായിരിക്കാം.
ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവരായിരിക്കും. അപ്പൊ വീട്ടിൽ സ്വന്തം രക്ഷിതാക്കള് അവരുടെ മക്കളെ നോക്കി നടത്തുന്നു പറഞ്ഞാൽ അത് ഈ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന മുതിർന്നവരെക്കാൾ വലിയ സേവനമാണ്. വലിയ സേവനം. അതുപോലെ തന്നെ പലരും രാഷ്ട്രീയം, സാമൂഹ്യം, കല, സാംസ്കാരികം, വളണ്ടറി വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ പരിസ്ഥിതി ആയാലും ശരി, സ്ത്രീകളുടേതായാലും ശരി, നമ്മുടെ പ്രിയപ്പെട്ട സാറ ജോസഫിനെ മാതിരിയുള്ളവർ, അവർക്ക് ഏജ് ഒരു ബാധകമല്ല. 80 വയസ്സ്. ബാധകമല്ല. അത് തന്നെ. 100 വയസ്സായ പ്രൊഫസർ ലീലാവതി ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ. അത് തന്നെ. അപ്പൊ അതൊക്കെ ഒരു അനക്ഡോട്ടൽ ആയിരിക്കാം. പക്ഷെ പൊതുവെ ഈ അവർ ചെയ്യുന്ന സന്നദ്ധ സേവനങ്ങളും പുരുഷന്മാര് പ്രത്യേകിച്ചും കൂടുതലായിട്ട് പുറത്തു പോയിട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റു പല രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ മുതിർന്ന കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ കേരള സമ്പത്തിലേക്ക് നൽകുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന് നൽകുന്ന, കേരള ജീവിതത്തിനെ ആധുനീകരിക്കുന്നതിന് നൽകുന്ന സേവനങ്ങൾ വിലപ്പെട്ടതാണ് എന്ന പ്രിമൈസസിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അടുത്ത ചോദ്യം. പുതിയ ഈ മന്ത്രിസഭാ വകുപ്പിനെ ഡോക്ടർ കെ പി കണ്ണൻ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഒരു പ്രത്യേക വകുപ്പിന്റെ ആവശ്യമുണ്ടോ, അതോ നിലവിലുള്ള വകുപ്പുകൾ കാര്യക്ഷമമായി ഒരു ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചാൽ പോരെ? ഈ പ്രത്യേക വകുപ്പ് കൊണ്ട് കേരളം എന്താണ് നേടാൻ സാധ്യതയുള്ളത്? അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം? ഗോപാൽ, എന്റെ അഭിപ്രായത്തിൽ പ്രത്യേക വകുപ്പ് വരുന്നത് സ്വാഗതാർഹമാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് വസ്തുതാപരമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിൽ തന്നെ 3-4 കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആരോഗ്യം. അപ്പോൾ ആരോഗ്യത്തിൽ ഇപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ പ്രമേഹം ഉണ്ടാവും, പക്ഷെ വി മാനേജ്. ഈവൻ ഇഫ് വെൻ യു ആർ 40 years യു മേ ഗെറ്റ് ഡയബറ്റിക്, ബട്ട് യു പുൾ ഓൺ. അപ്പൊ മാനേജബിൾ ഡിസീസസ് ഉള്ള പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ, 70 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഓൾഡ് ആവുമ്പോൾ, യു മേ ഹാവ് മോർ ഓഫ് യുവർ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ അവർക്ക് വേണ്ട ഈ എൽഡർലി കെയർ, ഹെൽത്ത് കെയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ സോഷ്യലായിട്ട് ഈ 60 വയസ്സ് കഴിഞ്ഞവരുടെ ഇടയിൽ, 60-65 നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം കൂടുതലായിട്ടും. അതിലൊരു പ്രധാന കാര്യം ഞാൻ നോക്കിയ സമയത്ത്, ഈ പിന്നെ വിധവകളായിട്ട് ഉള്ളവര്, ഒരു 50% സ്ത്രീകൾ, 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ വിധവകളാണ്. പിന്നെ ഒരു 3% ഒന്നുകിൽ വിവാഹം കഴിക്കാത്തവർ, അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോയവർ. അപ്പോ 53% ഓഫ് ദോസ് എൽഡർലി വിമൻ ഹാവ് നോ പാർട്ട്നേഴ്സ്. അപ്പൊ ചിലപ്പോ അവർക്ക് ഐസൊലേഷൻ അനുഭവിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സോഷ്യൽ സർവേയിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അവരെ കുടുംബം സംരക്ഷിക്കാൻ വിസമ്മതിക്കുന്ന ചെറിയൊരു ശതമാനം ഉണ്ടാവാം, അവരെ ഒറ്റപ്പെടുത്തുന്നമാരി ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വി നീഡ് എ നുവാൻസ്ഡ് പോളിസി ടു ടേക്ക് കെയർ ഓഫ് ദർ പ്രോബ്ലംസ്. പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ 10% ഉള്ളൂ ഈ വൈദവ്യം നേരിടുന്നവരും ഡെസേർട്ടഡ് ആയിട്ടുള്ളവരൊക്കെ ആയിട്ട്. 10%. 90% പുരുഷന്മാർക്കും പങ്കാളികളുണ്ട്. അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, സ്ത്രീകള് പുരുഷന്മാരെക്കാൾ 5 കൊല്ലം കൂടുതൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആയുസ് അനുഭവിക്കുന്നു, ഓൺ ആൻ ആവറേജ്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യൽ പ്രോബ്ലം ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഇൻടു. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, നിർഭാഗ്യവശാൽ പല വീടുകളിലും ഡെബിലിറ്റേറ്റിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. സ്ട്രോക്ക് വന്നിട്ട് പരാശ്രയം കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതില്. ഇപ്പൊ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരും അനുകമ്പയുള്ള മക്കളും ഒക്കെ ആണെങ്കിൽ അവിടെ പ്രശ്നം കാണില്ല. ബട്ട് there are many people who are in the bottom of the society, at least the 40 to 50% of the households. അപ്പൊ അവിടെ ഈ ചുരുങ്ങിയ വരുമാനം കൊണ്ട് അവരെ നോക്കാനായിട്ടുള്ള കഴിവ് കാണില്ല. തയ്യാറാണെങ്കിലും ചിലവർക്ക് തയ്യാറല്ലായിരിക്കാം, ചിലവർക്ക് മിക്കവരും തയ്യാറായിരിക്കാം, പക്ഷെ കഴിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നേരത്തെ കേരള ഗവൺമെന്റ്, പല ഗവൺമെന്റുകളും ഏർപ്പെടുത്തിയിട്ടുള്ള കാരുണ്യ പദ്ധതി, അതുമാതിരിയുള്ള ചിക്ക് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പദ്ധതി,
അതൊക്കെ കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്ത് ഇങ്ങനെയുള്ളവർക്ക് ഇതാക്കാം. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് ഈ മാനസിക ഉല്ലാസം വളരെ പ്രധാനമാണ്. അതെ, തീർച്ചയായും. ഇപ്പോ കേരളത്തിൽ അധികം വീടുകളിലും ചെറുപ്പക്കാരെല്ലാം പുറത്താണ്. ഉം. അപ്പൊ അമ്മയും അച്ഛനും ആയിരിക്കും, അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് വേറെ ആരുടെയെങ്കിലും സഹായത്തോട് ജീവിക്കുന്ന അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ പബ്ലിക് പോളിസിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആലോചിക്കണം. എന്റെ മനസ്സിൽ വരുന്നത്, നമ്മൾ അംഗനവാടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ ഉം. ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അതിനോട് ഒരുമിച്ച് പകൽ വീടുകൾ ഉണ്ടാക്കുക. ഉം. അപ്പൊ ഈ കുട്ടികളും ഇവരും തമ്മിൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അവസരങ്ങൾ ഉണ്ടാകും. അവരുടെ കൂടെ മുഴുവൻ സമയം വേണ്ട, അത് പ്രോബ്ലം ആയിരിക്കും. പക്ഷെ അവർക്ക് ഒരേ കോമ്പൗണ്ടിലാണെങ്കിൽ, അടുത്തടുത്താണെങ്കിൽ, ഈ കുട്ടികളും ഈ മുതിർന്നവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പാട്ട് പാടാം, കഥകൾ കേൾക്കാം, കളികളാക്കാം. അവർക്ക് കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ കണ്ട് അഭിനന്ദിക്കാനുള്ള ഒരു ഓഡിയൻസിനെ കിട്ടും. അതെ, അതെ, അതെ. പിന്നെ ഒരു ജനറേഷണൽ ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ വളരെ പ്രധാനമാണ്. സ്നേഹം, അതെ, അനുകമ്പ, സംഗീതം, അതെ. കഥ പറച്ചിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് കണക്ടിങ് ഫോറം. എനിക്ക് എന്റെ അപ്പോൾ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ പറയുന്നത്, ഏഹ്, അപ്പൂപ്പന്റെയും അമ്മുമ്മയുടെയും കൂടെ ജീവിച്ച, ആ ബാല്യകാലം ചെലവഴിച്ച കുട്ടികളും ആ അവസരം നിഷേധിക്കപ്പെട്ട കുട്ടികളുടെയും ജീവിത വീക്ഷണം തന്നെ രണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന പല അറിവുകളും, എനിക്ക് കിട്ടിയിട്ടുള്ള പല ഈ കോമൺ വിസ്ഡം എന്ന് പറയുന്നത്, അതെ. എനിക്ക് ഒരുപാട് മുത്തശ്ശി. മുത്തശ്ശിമാരുണ്ടായിരുന്നു. ആ. 3-4 മുത്തശ്ശിമാര് തറവാട്ടിലുണ്ടായിരുന്നു. അവര് പറയുന്ന പഴഞ്ചൊല്ലുകളാണ്. അതെ. അപ്പോ അന്ന് പറയുമ്പോ അത് മനസ്സിലാവില്ല ശരിക്കും. ആ, ഇപ്പൊ പിന്നെയാണ് അത് ആലോചിച്ച് നോക്കുമ്പോ, അത് നിന്നിട്ട് തന്നെ. ഇരിക്കാൻ ശ്രമിക്കരുത്. ഏ അത് അതെ, മയിൽ ആടുന്നത് കണ്ട് കോഴി ആടരുത്. അതെ, അതെ, അതെ. അത് തന്നെ, അത് തന്നെ. പണ്ടേ ദുർബല, ഇപ്പൊ പിന്നെ ഗർഭിണി അത് തന്നെ. എന്ന് പറഞ്ഞ മാതിരി ആ, നമുക്ക് പേൾസ് ഓഫ് വിസ്ഡം. അത് തന്നെ. സോ ഐ തിങ്ക് വി ഷുഡ് ഹാവ് മോർ സോഷ്യൽ സ്പേസ്. ഐ തിങ്ക് ഈ പുതിയ ഡിപ്പാർട്ട്മെന്റിന് ദേ ഷുഡ് ക്രിയേറ്റ് മോർ സോഷ്യൽ സ്പേസസ് ഫോർ ഇന്ററാക്ഷൻ. അബ്സല്യൂട്ട്ലി. അതിൻ്റെ അകത്ത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സോഷ്യൽ സ്പേസസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സർക്കാർ പണം മുടക്കി ഉണ്ടാക്കുന്ന വയോജന കേന്ദ്രങ്ങളും അത്തരം സാമ്പത്തിക ഇതിലേക്കും സർക്കാർ പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഈ കോമൺ സ്പേസസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈ ആളുകളെ സംഘടിപ്പിച്ചിട്ടും ഇപ്പോഴുള്ള കമ്മ്യൂണിറ്റീസിനെ റീ എനർജൈസ് ചെയ്തുമൊക്കെ എങ്ങനെ അതിനെ ചെയ്യാൻ പറ്റുമെന്നും എങ്ങനെ ഏകോപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഗവൺമെന്റ് അതെ, നേരിട്ട് ആ അല്ല, അല്ലെ. ഇതിലിപ്പോ നമ്മള് ഈ പിന്നെ അഡ്വാൻസ്ഡ് രാജ്യങ്ങളെ എടുത്തു നോക്കിയാല്, ഉം. അവർ മിക്കവാറും പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ഉം. ബിക്കോസ് ഇറ്റ് ഈസ് എ ലോക്കൽ സൊസൈറ്റി. ഉം. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ എൽഡർലി വിത്തിൻ യുവർ ലോക്കൽ ഏരിയ. പാർക്കുകൾ ഉണ്ടാക്കുക, അവർക്ക് പറ്റിയ നടപ്പാതകള്. ഈ സിംഗപ്പൂരിലൊക്കെ ഓരോ വലിയ ബിൽഡിങ്ങിന്റെയും താഴത്ത് എക്സസൈസ് ചെയ്യാനും പിന്നെ പാർക്ക് മാതിരി സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത്, അവിടെ ആർക്കും, കുട്ടികൾക്കും വരാം, എൽഡേർലിക്കും വരാം. അതെ. പിന്നെ മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കാരണം ഒരു അവർക്ക് ഇന്ന മറ്റുള്ള ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. എന്റെ വൈഫ് റീനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സ്കൂളുകൾ എടുക്കും, 4 മണി കഴിഞ്ഞാൽ ഈ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ അതെ, അതെ. സ്കൂൾ ഈ സ്കൂളുകളുടെ ഉമ്മറം, ഈ സ്കൂളുകളിലുള്ള നല്ല പ്രധാനപ്പെട്ട ഹോളുകൾ, ഇതെല്ലാം ഈ ആ, എന്താണ്, മുതിർന്ന പൗരന്മാർക്കും കുട്ടികൾക്കും എല്ലാം കൂടെ വന്ന് യെസ്, ചേരാവുന്ന യെസ്. രീതിയിലൊക്കെ ആലോചിക്കാവുന്നതാണ് അല്ലേ? You can have common social community functions. Also, ബോധവൽക്കരണത്തിന്, ഇപ്പോ മലിനീകരണത്തെ കുറിച്ച്, ഉം. വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച്, കുട്ടികളുടെ ഈ ലഹരി പദാർത്ഥത്തിനെതിരായിട്ടുള്ള പ്രചരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ അറിയുന്ന കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പാട്ടും ഡാൻസും ഒക്കെ കാണിക്കാനായിട്ട്
അങ്ങനെ പല തരത്തിലും സോഷ്യൽ സ്പേസസ് ആർ നെസസറി. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നത്, ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കൂ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജഭരണകാലത്ത് ഉണ്ടാക്കിയ നല്ലൊരു പാർക്കാണ് മ്യൂസിയം പാർക്ക്. അതെ അത് അതുപോലെ വേറൊരു പാർക്കില്ല. അതെ. എല്ലാവിടെയും നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വെച്ച് നിറച്ചിട്ടുണ്ട്. ഡൽഹി, ഞാൻ ജീവിക്കുന്ന ഡൽഹിയിൽ തന്നെ ഈ നമ്മൾ നടക്കാൻ പോകുന്ന ഹോസ്കാസിലെ പാർക്ക് ആയിക്കോട്ടെ, അത് ലോധി പീരീഡിൽ ഉണ്ടായതാണ്. ലോധി ഗാർഡൻ അത്ര പഴയതാണ്. നെഹ്റു പാർക്ക് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായതാണ്. പുതുതായി ഒരു പാർക്കോ പുതുതായി ജനങ്ങൾക്ക് നടക്കാൻ പറ്റിയ ഒരു സൗകര്യം കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനകം ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. അല്ല, ഡൽഹിയിൽ പിന്നെയും മെച്ചമാണ്. ന്യൂ ഡൽഹിയിൽ, ഓൾഡ് ആ അതെ ഡൽഹിയിലാണ് പ്രശ്നം. അതെ. ഇപ്പൊ ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും, അല്ല, ബോംബെയിൽ ന്യൂഡൽഹിയിൽ കുറെയൊക്കെ ഉണ്ട്, പക്ഷേ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, എങ്കിലും ഉള്ളതൊക്കെ സംരക്ഷിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. പുതുതായിട്ട് നമ്മൾ അതെ, ഉണ്ടാകുന്നില്ല. അതെ. നമ്മുടെ സ്പേഷ്യൽ പ്ലാനിങ്ങിൽ ഇങ്ങനെയുള്ള കോമൺ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളുടെ ഒരു പ്ലാനിങ് വളരെ മോശമാണ്. വളരെ ഉം. എന്താ പറയാ, ഡെഫിഷ്യന്റ് ആണെന്ന് തന്നെ പറയാം. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ എ വെരി എന്താ പറയാ, ഫ്രണ്ട്ലി മാനർ. പിന്നെ താങ്കൾ പറഞ്ഞ മാതിരി ഇതിനെ ബ്യൂറോക്രാറ്റൈസ് ചെയ്യരുത്. ഡിപ്പാർട്ട്മെന്റുകൾ അതെ, നടത്തുന്ന വളരെ വളരെ പരിപാടിയായി പ്രധാനം. പോകരുത്. അതെ അതെ അതെ, യു വളരെ ക്യാൻ വളരെ. എൻകറേജ് NGO. ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരുപാട് NGOs, പിന്നെ വൃദ്ധസദനങ്ങള് വലിയ ചെലവില്ലാതെ പോവാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. വളരെ അതെ. ചെലവ് കൂടിയ, എക്സ്പെൻസീവ്. അത് പിന്നെ എന്താ പറയാ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് അവർ വില കൊടുത്തു വാങ്ങുന്ന, ദാറ്റ് ഈസ് അനദർ ക്ലാസ് ബൈ ഇറ്റ് സെൽഫ്. ഉം. പക്ഷേ അല്ലാത്ത ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, അവർക്ക് ഗ്രാന്റ് കൊടുക്കാം. ജസ്റ്റ് ആസ് യു ഗിവ് ഗ്രാന്റ് ഫോർ പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അതെ. കോളേജസ്. If the government has enough money, provided they collect the revenue that are due. അത് വേറൊരു ചോദ്യമാണുള്ളത്. പക്ഷെ അതെ. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ കേരളത്തിൽ ആരുടെയും ഗവൺമെന്റിന്റെ സഹായം ഒന്നും കാര്യമായിട്ടില്ലാതെ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് വളർന്നു വന്ന ഒന്നാണ് പാലിയേറ്റീവ് കെയർ മൂവ്മെന്റ്. പിന്നീടാണ് അത് കേരളം ഗവൺമെന്റ് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അവര് പിന്നെ പഞ്ചായത്തിൽ കൂടെ ചില സൗകര്യങ്ങളൊക്കെ നടത്തി. ബട്ട് ഡോക്ടർ രാജഗോപാലും ഡോക്ടർ സുരേഷും ഒക്കെ ഇൻവോൾവ് ആയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്, അതിലെല്ലാം വളണ്ടിയർമാരാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ഇത്ര മണിക്കൂർ എൻ്റെ അവിടെ വന്ന് പാലിയേറ്റീവ് കെയറിന് വർക്ക് ചെയ്യാമെന്ന്. ഇറ്റ്സ് എ പ്യൂർലി വളണ്ടറി, ഇറ്റ്സ് എ എന്താ പറയാ, ഫിലന്ത്രോഫിക് അല്ല, ആയിട്ടുള്ള. ആ സോ മാതൃക വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു 50 വീടുകളുള്ള ക്ലസ്റ്റർ എന്നൊക്കെ പറയുന്നത് നഗരങ്ങളിൽ അല്ലെങ്കിൽ അതെ, ഗ്രാമങ്ങളിലാണെങ്കിലും, അല്ലെങ്കിൽ 100 വീടുകളുടെ ഒരു ക്ലസ്റ്റർ പോലെ ഉണ്ടാക്കിയിട്ട് ഇത്തരം കമ്മ്യൂണിറ്റീസിനെ അതെ, ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു അതെ, അതെ. പിന്നെ ശ്രമിക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വയസ്സായുള്ള ആൾക്കാരിൽ ഒരുപാട് പഠിച്ച ആൾക്കാരുണ്ട്. ഉം. ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഈ പിന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരില്, ഉം. ഗ്രാജുവേറ്റ് ആൻഡ് എബവ് ഉം. എന്ന് പറയുന്ന സമയത്ത് അതിൽ 4,60,60,000 ബിരുദധാരികളോ അതിനേക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവരോ ഉണ്ട്. ഉണ്ട്. ഉം. അതിൽ ഏകദേശം 1,20,000 ആൾക്കാർ മാത്രമേ ഇപ്പോ ജോലിയിലുള്ളൂ, ഉം. ഈ പറഞ്ഞ മുതിർന്നവരായിട്ട്. മറ്റുള്ളവരുടെ സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ ഈ പഞ്ചായത്ത് രാജ് തുടങ്ങിയപ്പോൾ ജനകീയ ആസൂത്രണം എന്ന പേരിൽ ആദ്യത്തെ 5 വർഷം ഈ വളണ്ടറി ടെക്നിക്കൽ കോർ എന്ന് പറഞ്ഞ ഒരു സമിതി ഉണ്ടാക്കി. അപ്പൊ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും അവിടെയുള്ള വിദഗ്ധരെ, റിട്ടയർ ആയിട്ടുള്ള വിദഗ്ധരുടെ സേവനം ഉപയോഗിച്ച് പദ്ധതികൾ ഉണ്ടാക്കുക, അതിനെ അസസ് ചെയ്യുക, പാസ്സാക്കുക എന്നുള്ളത്. ഒരു പൈസ ചെലവില്ല, അവരെല്ലാം ഓണറി ആയിട്ട് വർക്ക്. ഇത് 5 തന്നെ. കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പിന്നീട് നിർത്തി. 2001 അത് നിർത്തിയത്. പിന്നീട് UDFO LDFO അതിനെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ഉം. വളരെ നന്നായി പ്രവർത്തിക്കും. പിന്നെ അതിനെ ബ്യൂറോക്രാറ്റൈസ് ചെയ്തു. അത് തന്നെ. ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് ജോലിയും മീറ്റിങ്ങുകളും ഉള്ളതാണ്. അതെ. അപ്പൊ ഈ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ചെലവാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ യു ക്യാൻ യൂസ് ഇഫക്റ്റീവ്ലി ദിസ് അവൈലബിൾ 3,40,000 graduates who are 60 and above. സീനിയർ സിറ്റിസൺ, മുതിർന്ന ആളുകൾ എന്ന് പറയുന്നത്, ഈ ഒരു വകുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന പുതിയ പദ്ധതികളുമെല്ലാം, അതൊരു ശുശ്രൂഷ സമ്പദ് വ്യവസ്ഥ ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാവുകയും ഈ
മുതിർന്ന ആളുകൾ തന്നെ, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ 60-നും 70-നും വയസ്സിന് ഇടയ്ക്കുള്ള കറക്റ്റ് ആളുകൾ, കറക്റ്റ്. അവരൊരു പുതിയ വർക്ക് ഫോഴ്സ് ആയിട്ട് മാറുന്ന രീതിയിൽ ഈ വകുപ്പ് അതിനെ ആ, സങ്കല്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ അതും ഉൾപ്പെടുത്തി. സമീപിക്കാം, അതെ. ആ, അതായത് ആരോഗ്യമുള്ളവർ, ജോലി എടുക്കാൻ തയ്യാറായവർ, എന്നാൽ അതെ, ഇപ്പോൾ അവസരങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നവർ, ഇല്ലാതിരിക്കുന്നവർ. അവർക്ക് ഒരു അവർക്ക് പറ്റുന്ന തരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് അത് അതൊരു ഡീസെൻട്രലൈസ്ഡ് ഫ്രെയിംവർക്കിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. തീർച്ചയായും, തീർച്ചയായും. ഈ ഒരു പ്രത്യേക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ അധികാര വികേന്ദ്രീകൃത ആയിട്ടുള്ള ഒരു മേഖല ശക്തിപ്പെടുത്താൻ ഏറ്റവും പറ്റിയ ഒരു വകുപ്പാണ് ഈ കറക്റ്റ് 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 മുതിർന്ന കറക്റ്റ്. നോ ഡൗട്ട്, മുതിർന്ന നോ പൗരന്മാർക്ക് ഡൗട്ട്. വേണ്ടിയുള്ള വകുപ്പ് അതെ എന്നുള്ളതാണ്. അതെ അതെ. അതെ ഞാൻ ഈ നേരത്തെ ഡോക്ടർ കണ്ണൻ പറഞ്ഞു ഈ പാലിയേറ്റീവ് എക്കോ സിസ്റ്റംസ് ഉണ്ടായത്. അതിൽ നിന്ന് നാം അതെ പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. ഇനി ഓർമ്മശക്തി അതെ നശിച്ചു പോകുന്നവരുടെ ഒരു ശുശ്രൂഷ വിദഗ്ധരെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതെ. അസിസ്റ്റഡ് ലിവിങ് സിസ്റ്റംസ് ആയിട്ടുള്ള വയോജന കേന്ദ്രങ്ങൾ നമുക്ക് യെസ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഹോം അതെ. നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അല്ല വർദ്ധിതമായ സാധ്യതകൾ കറക്റ്റ് എന്തൊക്കെയാണ്. കറക്റ്റ്. പിന്നെ ഈ അതിന് വേണ്ട ഞാൻ അതിൽ ആ, എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ കുടുംബശ്രീയിൽ കൂടെ ഈ ഒരുപാട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഉം, നിർഭാഗ്യവശാൽ കുടുംബശ്രീയിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളൊന്നും അത്ര ഗൗരവമുള്ളതല്ല. അത് പറയാൻ എനിക്ക് ഓക്കെ, യാതൊരു മടിയുമില്ല. കാരണം ഓക്കെ. 2-3 ദിവസം നീണ്ടു നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത്, ഇതൊക്കെയാണ് കൂടുതലും. സോ ദേ ക്യാൻ ട്രെയിൻ എ ലോട്ട് ഓഫ് ഹോം കെയർ പേഴ്സണൽ. അത് എൽഡർലി കെയർ ആവാം, ഡിസേബിൾഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള കെയർ ആവാം, ജനറൽ ഹോം കെയർ ആവാം. അങ്ങനെ ഒരുപാട് സാധ്യതകളും അവർക്ക് അഭിമാനകരമായ നല്ലൊരു ഡീസന്റ് ലിവിങ്ങിനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കാം. ഇപ്പൊ നമ്മൾ ഒരു പരിചയത്തിൽ ആൾക്കാരെ എടുക്കുന്നു, അവർക്ക് കാര്യമായ ട്രെയിനിങ് ഇല്ല. അപ്പൊ തട്ടിയും മുട്ടിയും പോകുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ നമ്മുടെ കെയർ എക്കോണമി. സോ ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ ടു എ പ്രോപ്പർ ഡീസന്റ് വർക്ക് കണ്ടീഷൻസ്. അബ്സല്യൂട്ട്ലി. അതാണ് നമ്മുടെ കെയർ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സമഗ്രമാക്കാനുമുള്ള ഒരു അവസരമാണ് ഈ CP ജോണിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വകുപ്പ് വഴി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ അതെ, CP അത് കാര്യമായിട്ട് എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ, ദാറ്റ് ഈസ് വൈ ഐ വാണ്ട് ടു സ്ട്രെസ് ദ പോയിന്റ് ദാറ്റ് മുതിർന്നവർ ഒരു സമ്പത്താണ്, ബാധ്യതയല്ല. മുതിർന്നവരല്ലാത്തവരും സമ്പത്താണ്, അതിലും ബാധ്യതയുള്ളവരുണ്ട്. ആ, 40 വയസ്സിലും 50 വയസ്സിലും അസുഖമായിട്ട് കിടക്കുന്നവരും, തീർച്ചയായും. ഒറ്റപ്പെട്ടു പോകുന്നവരും, മദ്യപാനത്തിനും മറ്റ് ലഹരി മരുന്നിനും അടിമപ്പെടുന്നവരുമുണ്ട്. അടിമപ്പെട്ടു പോയവരും ഒക്കെ ഉണ്ട്. വയസ്സന്മാരുടെ ഇടയിൽ അവർക്ക് വയസ്സായതുകൊണ്ടുള്ള ഡീജനറേറ്റീവ് ഡിസീസസ്, അതിന്റെ പ്രോബ്ലംസും ഉണ്ട്. അതെ, But majority of them are, as I told you in the beginning, they are still active. അതെ. They are still active, either by earning or by not working, but helping the family. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വകുപ്പ് കാര്യക്ഷമമായി ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേരള സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പ്രതിസന്ധി എന്ന് ഞാൻ കരുതുന്നത് വർദ്ധിച്ചു വരുന്ന ഏകാന്തതയാണ്. ഈ എന്താണ് ഏകാന്തത, ഏകാന്തത? വ്യക്തികൾ Yes, yes. അനുഭവിക്കുന്ന ഏകാന്തത, ഈ വ്യക്തികൾ ആ ഒരു അനുഭവിക്കുന്ന ഐസൊലേഷൻ. ഏകാന്തത പരിഹരിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ഒരു അവസരമായിട്ട്, സോഷ്യൽ മാൻഡേറ്റ് ആയിട്ട് ഈ മന്ത്രിസഭാ വകുപ്പ് അതിനെ എടുക്കണം എന്ന് അതെ ഒരു ആഗ്രഹമുണ്ട്. ഈ അതെ ഏകാന്തതയുടെ പ്രശ്നം അതെ. അതൊരു ഗവൺമെന്റിന്റെ മാത്രം പരിപാടിയായി മാറ്റരുത്. മാറ്റരുത്, മാറ്റരുത്. വളരെ പ്രധാനം. ഒരു ഇപ്പോഴുള്ള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ചെയ്യുന്നത് മാത്രം ആവരുത്. ഇറ്റ് ഷുഡ് ബി an active involvement of all the non-governmental, എന്താ പറയുക, ഫിലന്ത്രോഫിക് അതായത് ഓർഗനൈസേഷൻസ്. ഈ വകുപ്പ് ഒരു പ്രേരക ശക്തിയായിട്ട് മാത്രമേ നിൽക്കാവുള്ളൂ. ഇത് കറക്റ്റ് കറക്റ്റ് ഒരു കറക്റ്റ്. പ്രേരക വാട്ട് ശക്തിയാണ്. യു നീഡ്. വാട്ട് അതെ യു സെഡ് ഈസ് റൈറ്റ്ലി. എങ്ങനെയാണ് ഈ പാലിയേറ്റീവ് അതെ എക്കോസിസ്റ്റം കേരളത്തിൽ ഉണ്ടായത്? അതെ അതുപോലെ അതെ ഒരു 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 അഭിപ്രായ രൂപീകരണം ഉണ്ടാകുകയും അതിന്റെ പ്രേരക ശക്തിയായിട്ട് മാറുകയും എനർജൈസ് ചെയ്യുകയും ചെയ്തിട്ട് സമൂഹം കറക്റ്റ് ഒന്നാകെ ഉയർന്നിട്ട് ഈ വകുപ്പിനെ ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. കറക്റ്റ് കറക്റ്റ്. ആ ഒരു പോയിന്റിൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഇത്രയും സമഗ്രമായി ചരിത്രപരമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ ആം താങ്കിങ് യു.
Thank you. ഗ്രേറ്റ് താങ്ക് യു പ്ലഷർ. സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you.